മദ്യമാണ് എല്ലാം തകർത്തത്. കുടുംബജീവിതം, മനസ്സമാധാനം, സമ്പത്ത്, പിന്നീട് മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ. നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്കൊന്ന് നോക്കിക്കേ. ഇങ്ങനെ എത്രയോ മനുഷ്യരെ കാണാമല്ലേ? മദ്യവും ലഹരിയും തകർത്ത ജീവിതങ്ങൾ. ദാമ്പത്യ പ്രശ്നം മുതൽ അക്രമ സംഭവങ്ങൾ വരെ. മദ്യം ചിലരെ അക്രമകാരികളും കൊലയാളികളുമാക്കും. ലഹരി തലയ്ക്ക് പിടിച്ചാൽ രക്തബന്ധങ്ങളോ സൗഹൃദങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്തവർ. നിരവധി വീടുകളിൽ കണ്ണീരും ചോരയും വീഴ്ത്തിയിട്ടുള്ളത് മദ്യലഹരിയിൽ മനോനില തെറ്റുന്ന മനുഷ്യജന്മങ്ങളാണ്. കഴിഞ്ഞ രാത്രിയിൽ കൊച്ചി പച്ചാളത്തും പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും നടന്ന 2 കൊലപാതക കേസുകളിലും വില്ലനായത് മദ്യമാണ്. കൊഴിഞ്ഞാമ്പാറയിൽ അമ്മാവനെ അനന്തരവനാണ് കൊലപ്പെടുത്തിയതെങ്കിൽ പച്ചാളത്ത് സുഹൃത്തിനെ യുവാവാണ് വകവരുത്തിയത്. ആ കേസുകളിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. വൈകിട്ട് എന്താ പരിപാടി? ഞായറാഴ്ചയും മറ്റ് അവധി ദിവസങ്ങളിലും ചില സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കാറുണ്ടോ? അവർ സ്നേഹത്തോടെ വിളിച്ചതല്ലേ, ഒന്ന് കമ്പനി കൂടാൻ പോയില്ലെങ്കിൽ മോശമല്ലേ? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് പലരും. എന്നാൽ അവർ വിളിച്ചു കൊണ്ടുപോകുന്നത് ഒരു കൊലക്കളത്തിലേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒന്നിച്ചുള്ള മദ്യപാനവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് പല കൊലപാതകങ്ങൾക്കും കാരണം. കൊച്ചി പച്ചാളത്ത് മദ്യലഹരിയിലുണ്ടായ സംഘർഷത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലേക്കാണ്. പച്ചാളം സ്വദേശി ആൽജൂഡിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാളുടെ സുഹൃത്ത് സിനോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാക്കുതർക്കത്തിനിടെ ഫ്രൈങ് പാൻ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതി സിനോഷിന്റെ വീട്ടിലാണ് അൽജൂഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിനോഷ്, അൽജൂഡ് എന്നിവർ മറ്റൊരു സുഹൃത്തിനൊപ്പം ഇന്നലെ രാത്രി മദ്യപിച്ചിരുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിനിടെ സിനോഷ് ഫ്രൈയിങ് പാൻ എടുത്ത് അൽജൂഡിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സിനോഷിന്റെ വീടിന്റെ ടെറസിലാണ് സംഭവം നടന്നത്. താഴെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ നൽകിയിരിക്കുകയാണ്. ഇവരാണ് മൃതദേഹം രാവിലെ കാണുന്നത്. തൊട്ടടുത്ത പ്രതി സിനോഷുമുണ്ടായിരുന്നു. സിനോഷും അൽജൂഡും പല കേസുകളിലും പ്രതികളാണെന്ന് സ്ഥലത്തെത്തിയ MLA TJ വിനോദ് പറഞ്ഞു. അല്ല, ഇന്നലെ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അതിനിടയിൽ ജൂഡെന്ന് പറയുന്ന ആളെയാണ് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും. എല്ലാവരും ഒരു സാമൂഹിക പശ്ചാത്തലം അവരുടെ അടുത്ത് നോക്കിയാൽ വളരെ മോശമായ ഒരു സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. കൊല ചെയ്തെന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ വീടാണിത്. അദ്ദേഹം മുകളിലാണ് താമസിക്കുന്നത്, താഴത്ത് അദ്ദേഹം റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടി ഇത് മദ്യപിച്ച് അതിനിടയ്ക്ക് ആണ് ഇത് ഫ്രൈയിങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അൽജൂഡിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കൃത്യത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മദ്യപിച്ച പരിസരവാസികൾക്ക് സ്ഥിരം ശല്യമുണ്ടാക്കുന്നവരാണ് സിനോഷും സുഹൃത്തുക്കളുമെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. മദ്യവും ലഹരിയും ഒട്ടേറെ വീടുകളിൽ ചോരയും കണ്ണീരും വീഴ്ത്തുന്നുണ്ട്. കള്ള് തലയ്ക്ക് പിടിച്ചാൽ രക്തബന്ധങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പലരും ആക്രമികളാകുന്ന കാഴ്ച. ചെറിയ വാക്കുതർക്കങ്ങൾ പോലും കൊലപാതകത്തിലേക്ക് വഴിമാറുന്ന സ്ഥിതി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ അനന്തരവൻ അമ്മാവനെ തലക്കടിച്ച് കൊന്നത് മദ്യലഹരിയിലാണ്. ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് വടകരപ്പതി സ്വദേശി സെന്തിൽകുമാറിനെ കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതിയായ സഹോദരിയുടെ മകൻ പ്രഭാകരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. അവിവാഹിതനായ സെന്തിൽകുമാർ സഹോദരിയായ ശാന്തിയുടെ വീട്ടിലായിരുന്നു താമസം. വീട്ടിൽ വെച്ച് സെന്തിൽകുമാറും അനന്തരവൻ പ്രഭാകരനും ഒരുമിച്ച് മദ്യപിച്ചിരുന്നു. തുടർന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് വാക്കേറ്റവും തർക്കവും ഉണ്ടായത്. വഴക്കിനിടെ PVC പൈപ്പ് കൊണ്ട് പൊതിഞ്ഞ ഇരുമ്പ് ദണ്ട് കൊണ്ട് പ്രഭാകരൻ സെന്തിൽകുമാറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു.
ഗുരുതരമായി പരിക്കേറ്റ സെന്തിൽകുമാറിനെ വീട്ടുകാർ വേലന്താവളത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. കൃത്യത്തിന് ശേഷം പ്രഭാകരൻ ഇരുചക്രവാഹനത്തിൽ ഒളിവിൽ പോയിരുന്നു. കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് പ്രഭാകരനെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. ബ്ലേഡ് മാഫിയയിൽ നിന്നും ലോൺ ആപ്പിൽ നിന്നും പണം വായ്പയെടുത്തവരുടെ ദുരനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇക്കാലത്ത് എളുപ്പത്തിൽ പണം കടമെടുക്കാനുള്ള ഉപാധിയായാണ് പലരും ലോൺ ആപ്പുകളെ കാണുന്നത്. എന്നാൽ ഒരിക്കൽ പണം വായ്പയെടുത്താൽ പിന്നെ ജീവിതം കുരുക്കിലാകുമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കോഴിക്കോട് വടകരയിൽ ഒരാഴ്ച മുൻപ് കാണാതായ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ കഥയൊന്ന് പരിശോധിക്കാം. ലോൺ ആപ്പ് ബ്ലേഡ് മാഫിയകളുടെ ഭീഷണിയെ തുടർന്നാണ് യുവാവ് നാടുവിട്ടത്. യുവാവിൻ്റെ തിരോധാനം വീട്ടുകാരിലും പ്രിയപ്പെട്ടവരിലും ഉണ്ടാക്കിയ ആശങ്ക ചെറുതൊന്നുമല്ല. കുടുംബത്തിൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് ഒടുവിൽ വിഷ്ണുവിനെ കണ്ടെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഈ മാസം 13-നാണ് വിഷ്ണുവിനെ കാണാതായത്. ലോൺ ആപ്പിൽ നിന്ന് ഇയാൾ വായ്പ എടുത്തിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് വിഷ്ണു ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഇതിനിടെ ബ്ലേഡ് ഇടപാടുകാരിൽ നിന്നും കടം വാങ്ങി. ഈ പണം തിരികെ ലഭിക്കുന്നതിനായി ബ്ലേഡുകാരും ഫോൺ വിളിച്ച് നിരന്തരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് വിഷ്ണു നാടുവിട്ടത്. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായിരുന്നില്ല. രാവിലെ നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെ സഹയാത്രികന്റെ ഫോൺ വാങ്ങി സഹോദരനെ വിളിച്ചതാണ് വിഷ്ണുവിനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. താൻ ജീവനോടെ ഉണ്ടെന്നും പ്രതിസന്ധി ഉള്ളതിനാൽ നാട്ടിലേക്കില്ലെന്നും വിഷ്ണു അറിയിച്ചു. എന്നാൽ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് പയ്യന്നൂർ സ്റ്റേഷനിൽ ഇറക്കുകയായിരുന്നു. ഇയാൾ പയ്യന്നൂരിലെത്തിയ വിവരം കുടുംബാംഗങ്ങൾ തന്നെയാണ് പോലീസിനെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പോലീസ് വിശദമായ മൊഴിയെടുത്ത ശേഷം വിഷ്ണുവിനെ വടകരയിലെ വീട്ടിലെത്തിച്ചു. വിഷ്ണു ലോൺ എടുത്തത് എംപോക്കറ്റ് ലോൺ ആപ്പിൽ നിന്നാണെന്ന് പോലീസ് വ്യക്തമാക്കി. 22,000 രൂപ ആപ്പിൽ തിരിച്ചടച്ചിരുന്നു. ലോൺ എടുത്ത പണത്തിൽ കൂടുതൽ തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. ഇത് നൽകാനാകാതെ വന്നതോടെയാണ് നാടുവിട്ടത്. ആപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണ്. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായില്ലെന്നും പോലീസ് പറഞ്ഞു. ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ഈ കുട്ടിക്ക് മുമ്പ് ഒരു ഫ്രോഡ് ലോൺ ആപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഹരാസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏതാണ്ട് 8 മാസം മുമ്പാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. തുടർന്ന് ഞങ്ങൾ അന്വേഷണം നടത്തിയതിൽ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇയാൾക്കുള്ളതായും അതിനെ തുടർന്നുള്ള മാനസിക പ്രയാസത്തിലാണ് നാടുവിട്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ലോൺ ആപ്പിന്റെയും ബ്ലേഡ് മാഫിയയുടെയും ഭീഷണിയെ തുടർന്നാണ് നാടുവിട്ടതെന്നാണ് വിഷ്ണുവിന്റെ മൊഴി. മഡ്ഗാവ്, രത്നഗിരി, ഉടുപ്പി എന്നിവിടങ്ങളിൽ താമസിച്ചുവെന്നും ഉടുപ്പിയിൽ വെച്ച് ഫോൺ മോഷണം പോയെന്നും വിഷ്ണു പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 10 ദിവസം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിയുന്നില്ല. ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തത് പോലീസിന്റെ വീഴ്ചയല്ലേ? ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മരണത്തിന് കാരണമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നാണ് ആരോപണം. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണറെ നേരിൽ കണ്ട് കുടുംബം ആശങ്ക അറിയിച്ചു. നിതിൻ്റെ പിതാവും സഹോദരിയും ഭർത്താവുമാണ് കമ്മീഷണർ ഓഫീസിലെത്തിയത്. അതിനിടെ കേസിൽ പ്രതികളായ അധ്യാപകർ കേരളം വിട്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ റാം ആന്ധ്രയിലേക്ക് കടന്നതായാണ് വിവരം. ഇവരുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. കണ്ണൂർ
അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ കാരണക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിനെ കണ്ടത്. 10 ദിവസമായിട്ടും പ്രതികളെ പിടികൂടാനോ മരണത്തിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനോ പോലീസിന് സാധിച്ചിട്ടില്ല. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണമെന്ന് കോളേജ് മാനേജ്മെന്റ് ഉൾപ്പെടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലും എത്തിയിട്ടില്ല. കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാർ മാത്രമാണ്. കോളേജിൽ നിന്നും നിതിന് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് കുടുംബം ആവർത്തിച്ചു. പ്രിൻസിപ്പൽ ചേംബറിൽ വിളിച്ചെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ രേഖാമൂലം ഓരോ കാര്യങ്ങളും വിളിച്ചറിയിക്കുകയായിരുന്നു. ഒരു 21 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു 5 അംഗ സംഘം ഇത്ര രീതിയിൽ ഹരാസ് ചെയ്യേണ്ട ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 2,000 രൂപ എടുത്ത് അധ്യാപകർക്ക് തന്നെ അപ്പോഴും കൊടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് കൊടുക്കുമായിരുന്നല്ലോ. അത്ര ഒരു ടോർച്ചറിങ് ചെയ്യണം. അപ്പോൾ അവിടെ വെച്ചുള്ള ഹറാസ് നീ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം ഇതാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു ഇതാണ് പറയണത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൈസ സെറ്റിൽ ചെയ്യണമെന്ന് എന്നെ വിളിച്ചാൽ അത് എവിടെ പറഞ്ഞായിരുന്നാലും അന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. എന്നെ എന്ന് ജീവിച്ചിരിക്കുമെന്ന് അതൊന്നും കൊണ്ട് ചെയ്തില്ല. സഹോദരി ഭർത്താവ് അശോകിന് വേണ്ടിയാണ് ലോൺ എടുത്തതെന്ന മാനേജ്മെന്റ് വാദം കുടുംബം തള്ളി. നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്ന് നിതിന്റെ സഹോദരി പറഞ്ഞു. നിതിന്റെ പിതാവ് രാജൻ, സഹോദരി നികിത, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവരാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടത്. ഇതിനിടയിൽ കേസിൽ അറസ്റ്റിലായ ലോൺ ആപ്പ് ജീവനക്കാരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പിലെ ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരായ ഉത്തർപ്രദേശ് ഘാസിയാബാദ് സ്വദേശി ഋഷികേശ് തിവാരി, ഉത്തർപ്രദേശ് സ്വദേശി പ്രശാന്ത് കേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് രാജ് എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടയിൽ കേസിലെ പ്രതികളായ അധ്യാപകർ കേരളം വിട്ടതായി പോലീസിന് വിവരം ലഭിച്ചു. ഓറൽ പത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ റാം ആന്ധ്രയിലേക്ക് കടന്നതായാണ് വിവരം. ആന്ധ്ര സ്വദേശിയാണ് റാം. പ്രതി ചേർക്കപ്പെട്ട അധ്യാപിക ഡോക്ടർ സംഗീത നമ്പ്യാരും കേരളം വിട്ടതായാണ് പോലീസ് കണ്ടെത്തൽ. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. നിതിൻ രാജിന്റെ മരണത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തി കുറ്റക്കാരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള പുലയ മഹാസഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയതോടെ ബഹിഷ്കരണ സമരം പിൻവലിച്ച് BDS വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പ്രവേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. സർക്കാർ ആശുപത്രികളിൽ പോയാൽ രോഗികൾ പൊട്ടിത്തെറിക്കുന്നതും അക്രമകാരികളാകുന്നതും എന്തുകൊണ്ടാണ്? ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സ്വാഭാവിക പ്രതിഷേധമുണ്ടാകാം. എന്നാൽ ആരോഗ്യ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നതും ആശുപത്രിയിൽ പരാക്രമം കാട്ടുന്നതും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരനെ രോഗി ആക്രമിച്ച സംഭവം അതീവ ഗൗരവമായി കാണണം. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ രോഗിയാണ് നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിന് നേരെ ആക്രമണം നടത്തിയത്. മാനസിക വിഭ്രാന്തിയിലാണ് പരാക്രമമെന്ന് പറയുമ്പോഴും ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ശ്വാസതടസ്സത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന 65-കാരനാണ് അക്രമം നടത്തിയത്. സുരേഷ് ബാബുവിനെ വയോധികൻ പിന്നിലൂടെ എത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചികിത്സാ മുറിയിലുണ്ടായിരുന്ന ഇരുമ്പ് സ്റ്റാൻഡ് ഉപയോഗിച്ചാണ് ഇയാൾ സുരേഷിന്റെ തലയ്ക്കടിച്ചത്. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ഉടൻ തന്നെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി. സംഭവമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ പോലീസ് സംശയിക്കുന്നത് വയോധികന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്നാണ്. പരാതിയില്ലെന്നാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. മർദ്ദിച്ച രോഗിയും ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴുത്തിനും നെറ്റിയിലും പരിക്ക് പറ്റിയ ജീവനക്കാരൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ന്യൂസ് 18 കൊല്ലം. രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണവും കൊടിയുടെ തണലും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് വൃത്തികേടും കാട്ടാമെന്ന സ്ഥിതിയാണ്.
സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയാലും അക്രമങ്ങൾ അഴിച്ചുവിട്ടാലും എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുന്നവരാണ് ഇവിടെ ജീവിക്കുന്നത്. തിരുവനന്തപുരം നെട്ടയം മലമുകളിൽ അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം രാഷ്ട്രീയ സംഘർഷമായി മാറി. CPM BJP പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതോടെ പോലീസ് ലാത്തി വീശി. അതിനിടെ പോലീസിന് നേരെയും കല്ലേറുണ്ടായി. രാത്രി മുഴുവൻ നീണ്ട അതിക്രമ പരമ്പര രാഷ്ട്രീയ സംഘർഷമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മലമുകൾ സ്വദേശി ബിനുവിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തെന്ന സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ സുനിലിനെതിരെ വട്ടിയൂർക്കാവ് പോലീസിൽ കുടുംബം പരാതി നൽകിയിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് സ്റ്റേഷനിൽ നിന്ന് തിരികെ വരികയായിരുന്ന സുനിലിനെ ബിനു ഉൾപ്പെടുന്ന സംഘം തടഞ്ഞുവെച്ച് മർദ്ദിച്ചു. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. രാത്രി 7:30യോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള BJP പ്രവർത്തകർ സ്ഥലത്തെത്തി. ഇത് നാട്ടുകാർ ചോദ്യം ചെയ്തു. തുടർന്ന് ചേരി തിരിഞ്ഞ് ഇവർ ഏറ്റുമുട്ടുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും കല്ലേറുണ്ടായി. ലാത്തിചാർജിൽ 4 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചാണ് സ്ഥിതി ശാന്തമാക്കിയത്. ബിനുവും സുനിലും തമ്മിൽ ഇതിനു മുമ്പും അതിർത്തി തർക്കവും മറ്റും നടന്നിരുന്നു. അതിന്റെ തുടർച്ചയാണ് ആക്രമണം എന്നാണ് സുനിൽ ആരോപിക്കുന്നത്. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി എന്ന പുള്ളിക്കാരി പരാതി തന്നിട്ടുണ്ട്. നഗ്നതാ പ്രദർശനം, പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്നുള്ള രീതിക്കാണ് പരാതി കൊടുത്തിരുന്നത്. രഞ്ജിനി എന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പരാതി കൊണ്ട് കൊടുത്തത്. ഈ പരാതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് അവർ വന്നിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് വന്നാൽ മതി, തിരികെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീടെത്തുന്നതിന് മുന്നേ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബിനു എന്ന പുള്ളിക്കാരനാണ് അടിച്ചത്. ഈ സംഭവം നടന്ന സമയത്ത് നമ്മളാരും വിളിച്ചറിയിച്ചല്ല. ഇങ്ങനെ ഒരു സുനിൽ എന്ന പയ്യൻ ഒരു പാർട്ടി പ്രവർത്തനമല്ല, ഒരു പാർട്ടി മെമ്പറും അല്ല. അതും ഒരു ദുശീലങ്ങൾ, സിഗരറ്റ് വലിയ, പുക വലിയ, മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശീലമില്ലാത്ത പയ്യനാണ്. അപ്പം ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു പയ്യന് ഇങ്ങനെ ഒരു സംഭവം നടന്നു അറിഞ്ഞ് നാട്ടുകാർ തടിച്ചു കൂടുകയാണ്. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് മതക്കാരായിക്കോട്ടെ. അപ്പോൾ ഒരു നടുക്ക് പോലീസ് നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലോട്ടാൽ അവർ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പോലീസ് നടുക്ക് കാവലായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടപ്പം പോലീസ് സൈഡ് ഒതുക്കി കൊടുത്തു. ഈ വരുന്ന സമയത്ത് ബിനുവിൻ്റെ കാറാണ് കണ്ടപ്പം ഇവിടെ നിന്ന് നാട്ടുകാരെല്ലാം തടയാൻ തുടങ്ങി. പോലീസ് വന്ന് വഴി ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നൊരു പ്രതികരണം ഇങ്ങോട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടായി. പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ ഇരു കൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രദേശത്തെ CPM കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തുകയായിരുന്നുവെന്നും അതിന് പോലീസ് പിന്തുണ നൽകിയെന്നും BJP ആരോപിച്ചു. സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത 6 BJP പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ AR ക്യാമ്പിൽ വെച്ചും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ചും ഉന്തും തള്ളുമുണ്ടായി. പരിക്കേറ്റ പ്രവർത്തകർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ നാട്ടിൽ എവിടെയാണ് സുരക്ഷിതത്വമുള്ളത്? രാത്രി സമയങ്ങളിൽ കുടുംബത്തോടൊപ്പം ക്ഷേത്രോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പോയാൽ അതിക്രമം നേരിടുന്ന കാലം. അത് ചോദ്യം ചെയ്താലോ പിന്നെ വീട്ടിൽ കയറിയുള്ള ആക്രമണവും. തിരുവനന്തപുരം മലയങ്കീടിൽ BJP വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം നടത്തിയത് ഗുണ്ടാ സംഘങ്ങളാണ്. ക്ഷേത്രത്തിൽ നടന്ന ഉത്സവ പരിപാടിക്കിടെ മകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് പരാതിയുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഹേമന്തിനും സംഘത്തിനും വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലയൻകീഴ് അണപ്പാട് BJP വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയെ ആക്രമിക്കുകയും കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലും കാപ്പ കേസിലും പ്രതിയായ ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ചന്ദ്രലേഖ പറഞ്ഞു.
തനിക്ക് നേരെ ഹേമന്ത് വധഭീഷണി മുഴക്കിയെന്നും ചന്ദ്രലേഖ ആരോപിക്കുന്നു. എൻ്റെ മോളും എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിച്ചിരുന്നു. ആ ഗാനമേളയോട് പാട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തായിട്ട് ഡാൻസ് കളിച്ചിരുന്നു. ആ സമയത്ത് അന്തീർകുണത്ത് താമസിക്കുന്ന ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട വന്ന് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് വെച്ചു. ആ സമയത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട എൻ്റെ മോൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു വിലക്കി അവനെ ഹേമന്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയും കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കറുത്ത ഗുണ്ടയും കൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നോട് എൻ്റെ മോനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയണം, പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വന്ന് ഇവിടുന്ന് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല എന്നതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞതിനെ തുടർന്ന് നിന്റെ മോളെ കൊല്ലോടി എന്ന് പറഞ്ഞ് എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അരയിൽ നിന്ന് വടിവാളൊക്കെ ഊരിയെടുത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും ഒരു ചുരുക പോലത്തെ ഒരു ചെറിയ പിച്ചാത്തി എൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ കുത്തിപ്പറിച്ച് ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. എന്നെ കുത്തിപ്പിടിച്ച് കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മുറിവുണ്ട്, ചെറിയ മുറിവുണ്ട്. ആക്രമണ സമയത്ത് ചന്ദ്രലേഖ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമി സംഘത്തിലെ ഒരാൾ ജനാലച്ചില്ല് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഉത്സവ പരിപാടിക്കിടെ ചന്ദ്രലേഖയുടെ മകളുടെ ദൃശ്യങ്ങൾ പ്രതിയായ ഹേമന്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. സഹോദരൻ ഇടപെട്ട് ഇത് തടഞ്ഞതിന്റെ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ ചന്ദ്രലേഖ മലയൻകീഴ് പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നിങ്ങൾക്കാർക്കെങ്കിലും നീതി തേടി ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ പോകേണ്ട ഗതികേടുണ്ടായിട്ടുണ്ടോ? ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? തിരുവനന്തപുരം പാറശാലയിൽ ഫോണിലൂടെ നിരന്തരം അസഭ്യവർഷവും ഭീഷണിയും നേരിട്ട വീട്ടമ്മയുടെ അനുഭവം ഒന്ന് പരിശോധിക്കാം. പരാതിയുമായി പാറശാല ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയ്ക്ക് ഉദ്യോഗസ്ഥയിൽ നിന്ന് അധിക്ഷേപം നേരിട്ടതായി പരാതി. രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാരി പരാതികൾ കേൾക്കാതെ മടക്കി അയക്കാൻ ശ്രമിച്ചതായി ആരോപണമുണ്ട്. സംഭവത്തിൽ DGPക്കും വനിതാ കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. അർദ്ധരാത്രിയിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ വീട്ടമ്മയോട് വനിതാ പോലീസ് മോശമായി പെരുമാറിയതായാണ് പരാതി. പാറശാല സ്വദേശിനിയായ 49-കാരിയാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവഹേളിക്കപ്പെട്ടത്. ഫോണിലൂടെ നിരന്തരം അസഭ്യവർഷവും ഭീഷണിയും നേരിട്ടതിനെ തുടർന്ന് സഹികെട്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം രാത്രി 11:50 പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെത്തിയത്. എന്നാൽ പരാതി കേൾക്കാനോ പരിഹാരമുണ്ടാക്കാനോ തയ്യാറാകാതിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരി പരുഷമായി പെരുമാറിയെന്ന് വീട്ടമ്മ പറഞ്ഞു. രാത്രിയായതിനാൽ കടകളിൽ പേപ്പർ ലഭ്യമായിരുന്നില്ല. പരാതി എഴുതി നൽകാനായി ഒരു ഷീറ്റ് പേപ്പർ ചോദിച്ചപ്പോൾ പരിഹസിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട്. അവർ ഭയങ്കരമായിട്ട് എന്നെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. നിങ്ങൾക്ക് ആ ഫോണങ്ങ് ബ്ലോക്ക് ചെയ്ത് പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ. അപ്പം ഞാൻ പറഞ്ഞു, മാഡം എനിക്ക് എൻ്റെ ഇൻസിഡൻറ്റ് എന്താണെന്ന് മാഡം ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോഴൊന്നും കേൾക്കാനുള്ള ആ ഒരു പാകത അവർ കാണിക്കാതിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു പേപ്പർ തരുമോ മാഡം, ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോകാം. എനിക്ക് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, എനിക്ക് നാളെ വർക്ക് ചെയ്യാൻ പോകണം, അതുകൊണ്ട് ഞാൻ ഇന്ന് എഴുതി തന്നിട്ട് അതിവിടെ പേപ്പറില്ല, നിങ്ങൾ നാളെ എങ്ങാനും വന്ന് എഴുതിക്കൂടെ, ഇവിടെ പേപ്പറില്ല എന്ന് പറഞ്ഞ് നല്ല റൂഡായിട്ടാണ് പെരുമാറിയത്. പക്ഷേ എനിക്ക് ഇത് എൻ്റെ ജനങ്ങളോടും ഗവൺമെൻറ്റിനോടും പോലീസ് സ്റ്റേഷനിലുള്ള CIയോടും എല്ലാവരോടും എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, വനിതകൾക്ക് വേണ്ടിയും അല്ലാതെ ഒരാണാണ് പോകണമെന്ന് വെച്ചാലും ഒരു കൊച്ചുകുട്ടിയാണ് പോകണമെന്ന് വെച്ചാലും 50 വയസ്സായി ഞാനാണ് 12 മണിക്ക് 49-50 വയസ്സായി ഞാൻ പോകുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കൽ എൻ്റെ മോനും ഉണ്ടായിരുന്നു. അപ്പം ഇവർ ആളും തരും കണ്ടാണോ ഇനി എന്നെ കാണുമ്പോൾ അവർക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ലയോ എനിക്കൊന്നും അറിയില്ല. കാരണം ഈ പെരുമാറ്റം അത് എനിക്ക് ഫോണിൽ കൂടെ വിളിച്ച് ഉണ്ടായതിനേക്കാളും എൻ്റെ മാനസിക നില എന്ത് പറഞ്ഞാൽ എനിക്ക് ചാകണമെന്ന് വരെ തോന്നി. അത്രയ്ക്കാണ് ആ മാഡം എൻ്റെ അടുത്ത് പ്രവൃത്തി കാണിച്ചത്. ഒടുവിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ വരികയും പരാതി അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു.
സ്റ്റേഷനിൽ തനിക്കുണ്ടായ അവസ്ഥ മറ്റാർക്കും വരാൻ പാടില്ലെന്ന് വീട്ടമ്മ പറയുന്നു. സംഭവത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വനിതാ കമ്മീഷനും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീ സ്റ്റേഷനിലെത്തുമ്പോൾ നൽകേണ്ട പ്രാഥമിക പരിഗണന പോലും നൽകാതെ അപമാനിച്ച നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 പാറശാല. ഒരാളുടെ ജീവിതം തകർക്കാനും സൽപ്പേര് നശിപ്പിക്കാനും ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? വ്യാജ പീഡന പരാതിയും കേസും കാരണം എല്ലാം തകർന്നടിഞ്ഞ കുറേ മനുഷ്യരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യാജ പീഡന കേസ് ഒട്ടേറെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചതാണ്. പീഡന കേസിൽ ആദ്യം തന്ത്രി ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായെങ്കിലും പിന്നീട് സത്യം പുറത്തു വന്നു. ദേവസ്ഥാനത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നതിനും ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള കള്ളക്കേസായിരുന്നു അതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഒടുവിൽ കേസിലെ ഒന്നാം പ്രതി പ്രവീൺ വേണുഗോപാലിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ ഹരിപ്പാട് നിന്നാണ് പിടികൂടിയത്. തന്ത്രിയുടെ സഹോദരങ്ങളും പ്രതികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കേസിൽ നിർണായകമായത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നതിനും ക്ഷേത്ര സ്വത്തുക്കൾ കൈവശപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പ്രതികൾ വ്യാജ പീഡന കേസ് കെട്ടിച്ചമച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിരുന്നത്. കേസിലെ സൂത്രധാരൻ കൂടിയാണ് അറസ്റ്റിലായ ഒന്നാം പ്രതി പ്രവീൺ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരനും മരുമകൻ ടി.എ. അരുണിനുമെതിരെ ഉയർന്ന പീഡന പരാതിക്ക് പിന്നിൽ ഹണി ട്രാപ്പാണെന്ന് കർണാടക പോലീസ് കണ്ടെത്തിയിരുന്നു. കേസിൽ പ്രതിസ്ഥാനത്തുള്ള ശ്രീരാഗ് കാനാടി, സ്വാമിനാഥൻ കാനാടി എന്നിവരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ എറണാകുളത്ത് നിന്നും കർണാടക പോലീസ് പിടികൂടിയിരുന്നു. നിലവിൽ 7 പ്രതികളാണുള്ളത്. ബംഗളൂരു സ്വദേശിയും മസാജ് പാർലർ ജീവനക്കാരിയുമായ രത്ന, സഹായ് മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, സഹായ് സജിത്, ആലം എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര തന്ത്രി കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രി ഡോക്ടർ പരമേശ്വരയ്ക്ക് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബംഗളൂരു ബസനവാടി ACP ഉമാശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതികളെ പിടികൂടിയത്. കേസിൽ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആകെ 12 പ്രതികളാണുള്ളത്. ഇതിൽ ദേവദാസും വേണുഗോപാലും തന്ത്രിയുടെ സഹോദരന്മാരാണ്. ഈ സഹോദരന്മാരുടെ മക്കളും പ്രതിപ്പട്ടികയിലുണ്ട്. പിന്നീടുള്ള 6 പേർ കർണാടക സ്വദേശികളുമാണ്. തന്ത്രിയുടെ സഹോദരങ്ങളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, രജിത സ്വാമിനാഥൻ എന്നിവർ പ്രതികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി പ്രവീണിനെ കർണാടക പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു പുറമെ കേരളത്തിലും ഇവർക്കെതിരെ കേസിൽ നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പണം അപഹരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുട്ടിക്കാലം മുതൽ ജീവിതം പിച്ചു ചീന്തപ്പെട്ട പെൺകുട്ടികളുടെ ദുരിതകഥകൾ ഉള്ളും നീർന്ന വേദനയോടെയാണ് കേൾക്കാറുള്ളത്. തൊടുപുഴയിൽ 12 വയസ്സ് മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. 2022 അവൾ നേരിട്ട ക്രൂരതകൾ പുറംലോകമറിഞ്ഞത്. 5 വർഷത്തിനിടെ നിരവധി പേർ ആ പെൺകുട്ടിയെ ചൂഷണത്തിനിരയാക്കി. പോലീസ് രജിസ്റ്റർ ചെയ്ത 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ ആദ്യ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ കുടയത്തൂർ സ്വദേശി അനസ് ശംസുദ്ദീൻ കുറ്റക്കാരനെന്ന കോടതിയുടെ കണ്ടെത്തൽ. പ്രതിക്കുള്ള ശിക്ഷ ഇടുക്കി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ചൊവ്വാഴ്ച വിധിക്കും. തൊടുപുഴയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെയാണ് 17-കാരിയായ പെൺകുട്ടി 2021 ഏപ്രിലിൽ പീഡനത്തിനിരയായത്. ഗർഭിണിയായതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്.
തൊടുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 2017 മുതൽ 22 വരെ പെൺകുട്ടിയെ വിവിധ ഇടങ്ങളിലെത്തിച്ച് നിരവധി ആളുകൾ പീഡിപ്പിച്ചെന്നാണ് കണ്ടെത്തൽ. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് 28 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അനസ് ഷംസുദ്ദീനെതിരെ ബലാത്സംഗമടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതിക്ക് ചൊവ്വാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ഈ കുട്ടിയെ 6-7-20 ശൈശവ വിവാഹം നടന്നതിന് ശേഷം കുട്ടിയുടെ സ്വന്തം വല്യമ്മയെ രക്ഷകർത്താവായി ഏൽപ്പിച്ച ഒരു സാഹചര്യം, അത് 2020 മുതൽ 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ കുട്ടിയുടെ അമ്മയും വല്യമ്മയും ചേർന്ന് ആണ് ഈ കുറ്റകൃത്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവം വളരെ വലുതാണ്. അതുകൊണ്ട് എൻ്റെ പ്രോസിക്യൂഷൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഉദ്ദേശവും ലക്ഷ്യവും അല്ലെങ്കിൽ താല്പര്യവും എന്ന് പറയുന്നത് മാക്സിമം ശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. തൊടുപുഴയിലെ സ്ഥാപനത്തിലെ മാനേജരായിരുന്ന വിനീഷ് വിജയനെതിരെയും പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് കേസുണ്ട്. ഈ കേസിൽ വിചാരണ പൂർത്തിയായെങ്കിലും തൊടുപുഴയിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ വിനീഷിന് പരിക്കേറ്റതിനാൽ വിധി പറയുന്നത് 28ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശൈശവവിവാഹത്തിനിരയായ പെൺകുട്ടി മുത്തശ്ശിയുടെ സംരക്ഷണത്തിലിരിക്കുമ്പോഴാണ് പലതവണ പീഡിപ്പിക്കപ്പെട്ടത്. തൊടുപുഴ. വിഷുവിനോടനുബന്ധിച്ച് ചില ഹോട്ടലുകൾ ശ്രീകൃഷ്ണന് മുന്നിൽ കുഴിമന്തിയും ചിക്കനും വെച്ച് പോസ്റ്ററും പരസ്യവും ഇറക്കിയിരുന്നു. ഒരു തമാശയ്ക്കോ കൗതുകത്തിനോ ഇങ്ങനെ പരസ്യം ചെയ്തവരൊക്കെ ഇപ്പോൾ പെട്ടമട്ടാണ്. മലപ്പുറം കോട്ടയ്ക്കലിലും ശ്രീകൃഷ്ണന് മുന്നിൽ മന്തിയും ചിക്കനും വിളമ്പി പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിൽ വിവാദം. കോട്ടയ്ക്കലിലെ 2 മന്തിക്കടകൾക്കെതിരെ പോലീസ് കേസെടുത്തു. പെരിന്തൽമണ്ണയിൽ സമാന സംഭവത്തിൽ ഹോട്ടലുടമടക്കം 3 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പെരിന്തൽമണ്ണയ്ക്ക് പിന്നാലെ കോട്ടക്കലിലും മന്തിക്കടകളുടെ പേരിൽ തയ്യാറാക്കിയ വിഷു ആശംസാ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ചിക്കനും മന്തിക്ക് മുന്നിലിരിക്കുന്ന ശ്രീകൃഷ്ണനെ കഥാപാത്രമാക്കി പോസ്റ്റർ പ്രചരിപ്പിച്ച സംഭവത്തിൽ കോട്ടക്കലിലെ 2 പ്രമുഖ മന്തിക്കടകൾക്കെതിരെ പോലീസ് കേസെടുത്തു. കോട്ടക്കലിലെ അറേബ്യൻ മജ്ലിസ്, റെയ്ദാൻ എന്നീ മന്തിക്കടകൾക്കെതിരെയാണ് കേസെടുത്തത്. ശ്രീകൃഷ്ണന് മുന്നിൽ മന്തിയും ചിക്കനും വിളമ്പിയ ചിത്രം പ്രചരിപ്പിച്ച് മതസൗഹാർദ്ദം വ്രണപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തും സമാനമായ വിവാദമുണ്ടായിരുന്നു. അങ്ങാടിപ്പുറത്തെ യമാമ ഷവായ എന്ന മന്തിക്കടയുടെ ഉടമയെ അടക്കം 3 പേരെ മങ്കട പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ചയാണ്. സ്ഥാപനയുടമ പൂക്കോട്ടൂർ സ്വദേശി മുസ്തഫ, സഹായം ചെയ്ത പൂക്കോട്ടൂർ സ്വദേശി ഷാഹുൽ ഹമീദ്, ഏറാംതോട് സ്വദേശി മുഹമ്മദ് ഷാഹിൽ എന്നിവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇവരുടെ 2 മൊബൈൽ ഫോണുകളും 1 ടാബും പോലീസ് പിടിച്ചെടുത്തിരുന്നു. നേരത്തെ ആലപ്പുഴ ചേർത്തലയിലും സമാനമായ സംഭവമുണ്ടായിരുന്നു. വിവാദ പോസ്റ്റർ പുറത്തിറക്കിയതിന് ചേർത്തലയിലെ മെഹർ മന്തിക്കടയ്ക്കെതിരെയാണ് കേസെടുത്തിരുന്നത്. കടയുടമകളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് 18 തിരൂർ. എറണാകുളം കാലടിയിലെ കോളേജ് വിദ്യാർത്ഥിനി അഞ്ജനയ്ക്ക് എന്താണ് സംഭവിച്ചത്? രാവിലെ കോളേജിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആ പെൺകുട്ടി എന്തിനാകും ജീവനൊടുക്കിയത്? രാവിലെയാണ് കാലടി റെയിൽവേ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി അഞ്ജന ആത്മഹത്യ ചെയ്തത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. ആത്മഹത്യാക്കുറിപ്പോ മറ്റു വിവരങ്ങളോ ലഭ്യമായിട്ടില്ല. വീട്ടിലോ കോളേജിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ തേടുന്നുണ്ട്. കോടനാട് എളമ്പപ്പിള്ളി സ്വദേശിനി അഞ്ജന ബിജു ആണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. കാലടി റെയിൽവേ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. രാവിലെ 10:30 കാലടി ചെങ്ങൽ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയായി പെരിയാറിലാണ് പെൺകുട്ടിയെ കണ്ടത്. സമീപത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയവർ പെൺകുട്ടിയെ ഉടൻ തന്നെ അങ്കമാലി ലിറ്റ് ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. പെരുമ്പാവൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടില്ല. വീട്ടിൽ നിന്നോ കോളേജിൽ നിന്നോ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. ഭൂട്ടാനിൽ നിന്ന് ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച കേസിൽ മലയാളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പ്രതിക്കൂട്ടിലായതാണ്. ഭൂട്ടാൻ സൈന്യവും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് നമ്പറുകൾ മാറ്റി ഇവിടെ വിൽപ്പന നടത്തിയത്. കേസിൽ കസ്റ്റംസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഭൂട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംഘം കൊച്ചിയിലെത്തി. ഓപ്പറേഷൻ നുങ്കൂറിന് ശേഷമുള്ള നിർണായക നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഭൂട്ടാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം മൂന്നാറിൽ ആരംഭിച്ചത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഭദ്രത തകർക്കുന്ന കള്ളക്കടത്തുകൾ തടയുന്നതിനൊപ്പം കള്ളക്കടത്ത് മാഫിയ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള പദ്ധതികളും ചർച്ച ചെയ്യുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് തടയാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ നുംകൂർ പരിശോധനയുടെ തുടർച്ചയായാണ് ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലെത്തിയത്. യോഗത്തിൽ ഭൂട്ടാനിൽ നിന്നുള്ള 10 കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇന്ത്യയിൽ നിന്നുള്ള 15 ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. കസ്റ്റംസ് മേഖലയിലെ സുപ്രധാന വിഷയങ്ങൾ വിലയിരുത്തുന്ന യോഗത്തിൽ ഓപ്പറേഷൻ നുംകൂർ പ്രധാന ചർച്ചാ വിഷയമാകും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിവര കൈമാറ്റം കൂടുതൽ വേഗത്തിലാക്കുന്നതിനും അതിർത്തി വഴിയുള്ള കള്ളക്കടത്ത് തടയുന്നതിനുമുള്ള പുതിയ കർമ്മ പദ്ധതികൾ യോഗം രൂപീകരിക്കും. ഭൂട്ടാനിൽ നിന്നുള്ള അനധികൃത വാഹനക്കടത്ത് തടയാനുള്ള ശാശ്വത പരിഹാര മാർഗങ്ങളും സംയുക്ത യോഗത്തിൽ ചർച്ച ചെയ്യും. വ്യാജരേഖകളും അറസ്റ്റും ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടന്നിരുന്നു. 30 ഇടങ്ങളിൽ കസ്റ്റംസ് ഒരേ സമയം പരിശോധന നടത്തിയിരുന്നു. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കടത്തിയ 50-ലധികം വാഹനങ്ങളാണ് അന്ന് പിടിച്ചെടുത്തത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരുടെ വീടുകളിൽ അന്ന് കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗം പരിശോധന നടത്തി. ഈ കേസിൽ അറസ്റ്റിലായ അസമിലെ മുൻ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ ദീപക് പട്ടോവാരിയുടെ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി തള്ളിയിരുന്നു. വ്യാജരേഖകൾ ഉപയോഗിച്ച് 460-ലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഇയാൾ സഹായിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ സ്വദേശികളായ ബിശ്വാസ് ദീപ് ദാസാണ് വാഹനക്കടത്തിന് പിന്നിലെ പ്രധാന സൂത്രധാരൻ. ഇയാളെ കൂടാതെ അസം സ്വദേശികളായ അയൂബ് അലി, മുസ്തഫ അഹമ്മദ് എന്ന റിങ്കു, ജലാൽ മണ്ഡൽ എന്നിവരെയും കസ്റ്റംസ് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിച്ചെടുത്ത 43 വാഹനങ്ങളിൽ 33 എണ്ണം കർശന വ്യവസ്ഥകളോടെ ഉടമകൾക്ക് താൽക്കാലികമായി വിട്ടുനൽകിയിട്ടുണ്ട്. കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 110A പ്രകാരം ബാങ്ക് ഗ്യാരണ്ടി നൽകിയതിനെ തുടർന്നാണ് ഈ വാഹനങ്ങൾ വിട്ടുനൽകിയത്. ന്യൂസ് 18 കൊച്ചി. ഉത്സവ പറമ്പുകളിലും ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ തിക്കും തിരക്കും സൃഷ്ടിച്ച് മോഷണം നടത്തുന്ന സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ണൂർ മാതമംഗലത്ത് ക്ഷേത്രോത്സവത്തിനിടെ സ്ത്രീയുടെ മാല പൊട്ടിച്ച സംഘത്തിലെ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരക്കിനിടെ അതിവിദഗ്ധമായിട്ടാണ് മോഷണം നടത്തിയിരുന്നത്. കർണാടക സ്വദേശികളായ സ്ത്രീകളെ പെരിങ്ങോം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:45 മോഷണം നടന്നത്. മാതമംഗലം പറവൂർ സ്വദേശി PV രോഹിണി എന്ന 76-കാരിയുടെ 5.5 പവന്റെ സ്വർണ്ണമാലയാണ് 4 പേർ ചേർന്ന് കഴുത്തിൽ നിന്ന് പൊട്ടിച്ചത്. രോഹിണി തെയ്യത്തെ തൊഴാൻ വരിയിൽ നിൽക്കുമ്പോഴാണ് പിറകിലുള്ള 4 സ്ത്രീകൾ ചേർന്ന് മാല പൊട്ടിച്ചത്. മാല കാണാതായതോടെ സംശയം തോന്നിയ രോഹിണി മോഷ്ടാക്കളുടെ പിന്നാലെ കരഞ്ഞുകൊണ്ടോടി. നാട്ടുകാർ ചേർന്നാണ് 2 പേരെ പിടികൂടിയത്.
സംഘത്തിലുണ്ടായ 2 പേർ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. കർണാടകയിലെ ഗുൽബർഗ് സ്വദേശികളാണ് പിടിയിലായവർ. പെരിങ്ങോം പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. മാല മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ സംഭവം കഴിഞ്ഞയുടനെ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പിടികൂടിയ സ്ത്രീകളിൽ നിന്ന് മാല കിട്ടിയില്ല. ഓടി രക്ഷപ്പെട്ട സ്ത്രീകൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. മദ്യവും മയക്കുമരുന്നും കാരണം ചോരയും കണ്ണീരും വീണ നിരവധി കുടുംബങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. കേരളത്തിലെ പല കൊലക്കേസുകളും അക്രമ സംഭവങ്ങളും പരിശോധിച്ചാൽ അവിടെ ലഹരിയാണ് വില്ലൻ. മദ്യലഹരിയിൽ പരാക്രമം കാട്ടുന്നവർ അവരുടെ ഉള്ളിൽ കയറുന്ന ചെകുത്താനെ തിരിച്ചറിയാറില്ല. കള്ളു കുടിച്ചാൽ പിന്നെ പകയും വിദ്വേഷവും മനസ്സിൽ ഉയർന്നു വരും. തൊടുപുഴ പെരിങ്ങാശ്ശേരിയിൽ അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നത് മദ്യലഹരിയിലാണ്. പെരിങ്ങാശ്ശേരി സ്വദേശി രാജുവിനെ സഹോദരൻ ബിജു കത്തികൊണ്ട് കുത്തുകയായിരുന്നു. കേസിൽ ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിജു മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ആളെന്നാണ് പോലീസ് പറയുന്നത്. ഇതുപോലുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും എത്രയോ കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. നിരവധി കുട്ടികളെ അനാഥരാക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും മദ്യവും ലഹരിയും ഉപേക്ഷിക്കണം. ജീവിതം കൈവിട്ടു പോകാതെ തിരിച്ചു വരാൻ ശ്രമിക്കണം. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.